29,000 രൂപ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇതിന്റെ എഞ്ചിൻ പക്കയാണല്ലോ, കുഴപ്പമൊന്നും ഒരു വിഷയമില്ല. കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ വണ്ടി എടുക്കണ്ട. അത്രയും ഗ്യാരണ്ടി ധൈര്യമായിട്ട് എടുക്കാം. ഓഫർ പ്രൈസ് ആണ്, വെറും 29,000. നമുക്ക് ഒരു 29,000 രൂപ കൊടുക്കാം. 29 രൂപ. 2011 ഓൾട്ടോ വെറും 65,000 രൂപ. ഓക്കെ, അതിന് ക്വാളിറ്റി പുതിയ വണ്ടി എങ്ങനെയാണോ അതേപോലെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. എത്ര വില എത്ര വരുന്നത്? 99,000 രൂപയ്ക്ക് എടുക്കാം. നമുക്ക് 1,65,000 രൂപയ്ക്ക് ഫൈനൽ കൊടുക്കാം. 1,65. ഓക്കെ, പിന്നെ ഓൾട്ടോ 800 എത്ര വില വരുന്നത്? ഓൾട്ടോ 800 നമുക്ക് 1,65,000 രൂപ കൊടുക്കാം. ഒരു 1,30,000 വരെ ഫിനാൻസും കൊടുക്കാം. അത്രമാത്രം സ്റ്റോക്ക് കിടപ്പുണ്ട്, അതുകൊണ്ടാണ് വില കുറച്ച് കൊടുക്കുന്നത്. വെറും 79,000 രൂപയ്ക്ക് 2009 29 വരെ പേപ്പറുള്ള ഓൾട്ടോ LX 1,29,000 കൊടുക്കാം. 1,29,000 രൂപയ്ക്ക് ഫൈനൽ കൊടുക്കാം. വെറും 49,000 രൂപ കൊടുക്കാം. 29 വരെ പേപ്പറുള്ള സാൻഡ്രോ 49,000 രൂപ. ഓഫർ പ്രൈസ്, സിംഗിൾ ഓണർ വണ്ടി. നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനുള്ള ബെസ്റ്റ് ചോയ്സിലാണ്. ബഡ്ജറ്റ് കാർസിന്റെ വമ്പൻ കളക്ഷൻ. സത്യം ട്രിവാൻഡ്രം ജില്ലയിൽ ഒരു പക്ഷേ ഇത്രയും ബഡ്ജറ്റ് കാർസിന്റെ കളക്ഷനുള്ള സ്ഥാപനം വേറെ ഉണ്ട്. എന്നാൽ ഒരുപാട് ലോ ബഡ്ജറ്റ് വണ്ടികൾ, മാരുതി 800, ഇയോണ്, അതേമാതിരി ആൾട്ടോ കേട്ടൺ, സെന്ന് എല്ലാം ഉണ്ടല്ലേ. എല്ലാ ബഡ്ജറ്റ് സാധാരണക്കാരന്റെ സ്റ്റോക്കാണ്. അപ്പോൾ 35,000 രൂപ മുതലുള്ള വണ്ടികൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ലൊക്കേഷൻ പറയാം, തിരുവനന്തപുരം കാട്ടാക്കട കിള്ളിയിലാണ്. നമ്മുടെ അടുത്ത് ജെറിന്ദ്രോണ്ട് വീട്ടിലോട്ട് സ്വാഗതം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ അത്യാവശ്യം ബഡ്ജറ്റ് കാറുകളുടെ ഒരുപാട് ഒരു മെഗാ മേളയ്ക്കുള്ള സാധനമുണ്ട്. ഇഷ്ടംപോലെ വണ്ടി, ഏകദേശം ഒരുപാട് കളക്ഷൻ. നമുക്ക് 35 റേഞ്ച് മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട്. നമ്മുടെ കുറച്ച് കൂടിയ വണ്ടികളുണ്ടല്ലേ, കൂടിയതുണ്ട്. 2 സെക്ഷനായിട്ട് കിടപ്പുണ്ട്. അപ്പോൾ നമ്മുടെ ലോൺ 2010 മുതലുണ്ട്. 10 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. 2010 മുതൽ ലോൺ വരുന്നുണ്ട്. അപ്പോൾ അവരുടെ നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കാം, അതേപോലെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. നമ്മുടെ ചാനൽ വീഡിയോ ഇഷ്ടപ്പെടുന്ന ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നേരെ ഫസ്റ്റ് വേണ്ടി നമുക്ക് ഇൻഡിക്ക സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? അതെ, ഇൻഡിക്ക പെട്രോൾ ആണ്. പവർ സ്റ്റിയറിംഗ് AC വരുന്നതാണ്. പക്ഷേ AC എല്ലാം പക്കാ കൂളിംഗ് ആണ്. വണ്ടി കൂളിംഗ് ആണ്. ഇന്റീരിയർ, ബോഡി ക്വാളിറ്റി എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇരിപ്പുണ്ട്. മോഡൽ ഏതാ? 2006 ആണ്. അപ്പോഴ്സറി ആയാലും സ്റ്റീരിയോ, സെൻട്രൽ ലോക്ക്. 2006 എപ്പോഴാണ്? അവസാനമാണോ അതോ? അവസാനമാണ്. പെട്രോൾ വണ്ടിയാണ് അല്ലേ? അതെ. ബോഡി ക്വാളിറ്റി ചെറിയ ഡെന്റ് ഉണ്ട്, വേറെ ഒരു സ്ഥലത്ത് മാത്രം, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഒരു വിഷയമില്ല. എഞ്ചിൻ കണ്ടീഷൻ എങ്ങനെയുണ്ട്? എല്ലാം വണ്ടി വൃത്തിയാണ്, നല്ല നീറ്റാണ് വണ്ടി. സീറ്റ് വർക്ക് നീറ്റ് ആയിരിക്കും കേട്ടോ. ഓക്കെ, ഇൻഡിക്ക പെട്രോള്, AC പവർ സ്റ്റിയറിംഗ് മാത്രം വരുന്ന വണ്ടി അല്ലേ? AC പവർ സ്റ്റിയറിംഗ് മാത്രം, പക്ഷേ AC പക്ക കൂളിംഗ് ആണ് വണ്ടി. വളരെ വില കുറച്ച് കൊടുക്കാം. നമുക്ക് ഓഫർ പ്രൈസിന് കൊടുക്കാം. വെറും 29,000 രൂപ കൊടുക്കാം വണ്ടി. 29,000 രൂപ. ഇൻഡിക്ക പെട്രോൾ 29,000 രൂപ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇതിന്റെ എഞ്ചിൻ പക്കയാണല്ലോ, കുഴപ്പമൊന്നും ഒരു വിഷയമില്ല. എനിക്ക് തോന്നുന്നു കിലോമീറ്റർ 25,000 ഒക്കെയാണ് കാണിക്കുന്നത്. ജെന്യുവൻ ആണോ ഇല്ലെന്ന് അറിയില്ല, പക്ഷെ ഓടിക്കാൻ പക്കയാണ് വണ്ടി. പക്കയാണ്. കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ വണ്ടി എടുക്കണ്ട. അത്രയും ഗ്യാരണ്ടി. ധൈര്യമായിട്ട് എടുക്കാം. ഓഫർ പ്രൈസ് ആണ്, വെറും 29,000 രൂപ. ഓക്കെ, 1800 2001 26 വരെ പേപ്പറുള്ള വണ്ടിയാണ്. 2026 പേപ്പർ ഉണ്ടല്ലേ? അത്യാവശ്യം നല്ല ക്വാളിറ്റി, ബോഡിയൊക്കെ കൊള്ളാം. കാർബേറ്റർ ആണ് വണ്ടി. മെക്കാനിക് സൈഡും കൊള്ളാം. എടുത്ത് പഠിക്കാനൊക്കെ കൊള്ളാം അല്ലേ? അതെ, അല്ല സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. വണ്ടി കുഴപ്പമില്ല, അത്യാവശ്യം വൃത്തിയൊക്കെ ഉണ്ട്. ഫ്ലോർ മാറ്റൊക്കെ അടിച്ചിട്ടുണ്ട്. ടയർ കണ്ടീഷൻ ആവറേജ് ടയറും ഉണ്ട് അല്ലേ? അതെ. അപ്പോൾ എടുത്ത് പഠിക്കുന്നവർക്ക് അത്യാവശ്യം എടുത്ത് ഉപയോഗിക്കാൻ പറ്റും. ധൈര്യമായിട്ട് ഉപയോഗിക്കാം, കുഴപ്പമൊന്നുമില്ലല്ലോ. എഞ്ചിൻ കണ്ടീഷൻ കൊള്ളാമല്ലോ. അതെ. AC ഇല്ലാത്ത വണ്ടിയില്ലേ? AC ഇല്ലാത്ത. അപ്പോൾ എങ്ങനെ വില? നമുക്ക് ഒരു 29,000 രൂപ കൊടുക്കാം. 29 രൂപ. അടുത്ത സാൻഡ്രോ ആണ്. 2006 ആണ്. 29 വരെ പേപ്പറുള്ള വണ്ടിയാണ്. 29 വരെ പേപ്പർ ഉണ്ട്. ടെസ്റ്റ് വൈകിട്ട് ചെയ്താണ്. അതെ. ഓക്കെ, ഓണർഷിപ്പ് കിലോമീറ്റർ എത്ര? ഓണർഷിപ്പ് സിംഗിൾ ആണ് വണ്ടി. സിംഗിൾ ഓണർഷിപ്പ് ആണ്. കിലോമീറ്റർ ഏകദേശം 80-ന് മേളിൽ ഓടി. ബോഡി ക്വാളിറ്റി വലിയ കുഴപ്പമില്ല കേട്ടോ. ബോഡി ക്വാളിറ്റി, മെക്കാനിക് സൈഡ് കാര്യങ്ങളൊക്കെ കൊള്ളാം. ടയറൊക്കെ 4 പുത്തൻ ടയറുണ്ട്. 4 പുത്തൻ ടയറുണ്ടല്ലോ. 4 പുതിയ ടയർ കിടപ്പുണ്ട്. ഓക്കെ, സീറ്റ് ഫാബ്രിക് ആണ് കേട്ടോ, കുഴപ്പമില്ല. AC പവർ സ്റ്റിയറിംഗ് എല്ലാം വർക്കിംഗ് ആണ്. അപ്പോൾ എങ്ങനെ അതിന്റെ വില വരുന്നത്? വെറും 49,000 രൂപ കൊടുക്കാം. 29 വരെ പേപ്പറുള്ള സാൻഡ്രോ 49,000 രൂപ. സിംഗിൾ ഓണർഷിപ്പ്. ഓഫർ പ്രൈസ്, സിംഗിൾ ഓണർ. ഓൾട്ടോ സ്റ്റാൻഡേർഡ് ആണ്. 2011 ആണ്. പവർ സ്റ്റിയറിംഗ് AC ഒന്നും വരുന്നില്ല. ബേസ് മോഡലാണ്. നമുക്ക് പഠിക്കാനായിട്ടോ അല്ലെങ്കിൽ സെക്കൻഡ് വെഹിക്കിൾ ആയിട്ടൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് എടുക്കാം. സെക്കൻഡ് ഓണറേ ആയിട്ടുള്ളൂ. വരുന്നില്ല. വെറും 65,000 കിലോമീറ്റർ ആണ്. സെക്കൻഡ് ഓണറും ആണ് വണ്ടി. വണ്ടി ബോഡി കൊള്ളാം. മെക്കാനിക് സൈഡും അതേപോലെ തന്നെ കൊള്ളാം. ഇന്റീരിയറും കൊള്ളാം. ഓടിക്കാനൊക്കെ ശരിക്കും പവർ സ്റ്റിയറിംഗ് പോലെ തന്നെ ഇരിക്കും. കുഴപ്പമില്ലല്ലേ? എഞ്ചിൻ ടൈറ്റ് ഒന്നുമില്ല. ഇവിടെ ചെറിയ ഡെന്റ് ഉണ്ട് കേട്ടോ ഫ്രണ്ടിൽ. ടയർ കണ്ടീഷൻ കൊള്ളാമല്ലോ. ഓക്കെ, വണ്ടി വാഷ് തീർക്കണം, അത്ര അഴുക്കായി കിടക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഓൾട്ടോ സ്റ്റാൻഡേർഡ് 11. അതെ. ടെസ്റ്റ് എപ്പോഴാ? 26 ലാസ്റ്റേ ഉള്ളൂ. അപ്പോൾ അവസാനമേ ഉള്ളൂ. അപ്പോൾ എങ്ങനെ പ്രൈസ്? നമുക്ക് 65,000 രൂപ കൊടുക്കാം. ഓഫർ പ്രൈസിൽ കൊടുക്കാം. 2011 ഓൾട്ടോ വെറും 65,000 രൂപ. ഓക്കെ,
ഓൾട്ടോ 2009 ആണ്. 29 വരെ പേപ്പറുള്ള LXI വണ്ടിയാണ്. 29 പേപ്പർ. അതെ അതെ. ഓക്കെ 2009 29 പേപ്പർ ഉണ്ടല്ലേ. ഓണർഷിപ്പ് ഓണർഷിപ്പ് തേർഡ് ആണ്. ഓക്കെ ഇന്റീരിയർ കണ്ടീഷൻ സീറ്റ് വർക്ക് ഉണ്ട് കേട്ടോ. AC വർക്കിംഗ് ആണോ ബ്രോ? AC വർക്കിംഗ് ആണ്. ടൂഡർ പവർ ചെയ്തിട്ടുണ്ട്. ആ ഉണ്ട്. അഡീഷണൽ പവർ വിൻഡോ കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടിയാണ്. ഓക്കെ അപ്പോൾ ഇതെങ്ങനെ പ്രൈസ് എങ്ങനെ വരുന്നത്? നമുക്ക് 79,000 രൂപ കൊടുക്കാം. 2009 29 വരെ പേപ്പർ ഉള്ളത് ഓഫർ പ്രൈസ്. നമ്മൾ ശരിക്കും മേളയിലേക്ക് പോവേണേ, വണ്ടി സ്റ്റോക്ക് ക്ലിയർ ചെയ്യണം. അത്രമാത്രം സ്റ്റോക്ക് കിടപ്പുണ്ട്. അതുകൊണ്ടാണ് വില കുറച്ച് കൊടുക്കുന്നത്. വെറും 79,000 രൂപയ്ക്ക് 2009 29 വരെ പേപ്പറുള്ള ഓൾട്ടോ LXI. അപ്പോൾ അടുത്ത ഓൾട്ടോ 800. ഓൾട്ടോ 800 ആണ്. 2013 ആണ്. സെക്കൻഡ് ഓണർ ആണ് വണ്ടി. ഓക്കെ LXI മോഡലാണ്. കിലോമീറ്ററോ? കിലോമീറ്റർ 80,000 കിലോമീറ്റർ ഓടി. വേറെ മേജർ റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? വേറെ ഒന്നുമില്ല. അത്യാവശ്യം ബോഡി ക്വാളിറ്റി കാര്യങ്ങൾ, ടയർ കണ്ടീഷൻ, മെക്കാനിക് കണ്ടീഷൻ എല്ലാം ഓക്കെയാണ്. ഓക്കെ ടയർ കണ്ടീഷൻ കുഴപ്പമില്ല അല്ലേ? അതെ ടയർ അത്യാവശ്യം നല്ല കണ്ടീഷൻ ഉണ്ട്. അത്യാവശ്യം എന്ന് പറഞ്ഞാൽ 70% ടയർ ഉണ്ടല്ലേ? അതെ അതെ. ഓക്കെ കുഴപ്പമില്ല ടയർ നോക്കാം. ഇവിടെ ബോഡിയും വലിയ ചെറിയ സ്ക്രാച്ചസ് കാര്യങ്ങളൊക്കെ ഉള്ളു അല്ലേ? ആ സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. നീറ്റ് ആയിരിപ്പുണ്ട്. ഇതിനകത്ത് AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ ഉണ്ട്. അതെ അതെ. എല്ലാം വർക്കിംഗ് ആണല്ലോ? എല്ലാം വർക്കിംഗ് ആണ്. വേറെ ആക്സിഡൻസ് കാര്യങ്ങളൊന്നും വേറെ ഒന്നുമില്ല. അപ്പോൾ ഓൾട്ടോ 800 എത്ര വില വരുന്നത്? ഓൾട്ടോ 800 നമുക്ക് 1,65,000 രൂപ കൊടുക്കാം. ഒരു 1.30 വരെ ഫിനാൻസും കൊടുക്കാം. 1.30 മേളിൽ ഫിനാൻസ് കൊടുക്കാം. ഒരു 30,000 രൂപയൊക്കെ ഉണ്ടെങ്കിൽ ഈ വണ്ടി എടുക്കാം. ഓക്കെ അപ്പോൾ അടുത്ത് ഓൾട്ടോ കേട്ടൻ. ഓൾട്ടോ കേട്ടൻ 2012 ആണ്. സിംഗിൾ ഓണറാണ്. കേട്ടൻ ഏകദേശം ഒരു 4ഓളം വണ്ടി നമ്മുടെ കിടപ്പുണ്ട്. ആവശ്യക്കാർക്ക് വരാം. നല്ല ക്വാളിറ്റിയുള്ള വണ്ടികൾ കിടപ്പുണ്ട്. 4 കേട്ടൻ കിടപ്പുണ്ടല്ലേ? അതെ. ഓക്കെ ഇത് ഓണർഷിപ്പ് കിലോമീറ്റർ? ഓണർഷിപ്പ് സിംഗിൾ ആണ്. കിലോമീറ്റർ ഏകദേശം 85,000 കിലോമീറ്റർ ഓടി. കമ്പനി സർവീസ് ആണ് വണ്ടി. ഓക്കെ ടയറിൽ ഫ്രണ്ട് ടയർ പുത്തനുണ്ട്, ബാക്ക് 2 ആവറേജ് ആണ്. വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും വേറെ ഒന്നുമില്ല. ബോഡിയൊക്കെ നീറ്റ് ആണ് കേട്ടോ. വേറെ സ്ക്രാച്ചിൻ്റെ കാര്യങ്ങളൊന്നുമില്ല. സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. AC പവർ സ്റ്റിയറിംഗ് മാത്രമല്ലേ? AC പവർ സ്റ്റിയറിംഗ് മാത്രമാണ്. നമുക്ക് ഇതിൽ വന്നിട്ട് ലോൺ കിട്ടുന്ന വണ്ടിയാണ്. 12 ആയതുകൊണ്ട് തന്നെ നമുക്ക് 1,65,000 രൂപ ഫൈനൽ കൊടുക്കാം. 1,65. ഓക്കെ ഫിനാൻസ് എത്ര കയറും? അപ്പം ഫിനാൻസ് 1.20 വരെ കിട്ടും. അപ്പോൾ അടുത്ത ഷവർലെ സ്പാർക്കാണ്. ഷവർലെ സ്പാർക്ക് ആണ്. 2013 ആണ്. 13 ഷോറൂം കണ്ടീഷൻ വണ്ടി. നീറ്റ് ആയിരിക്കും. നീറ്റ് ആൻഡ് ക്ലീൻ. 62,000 കിലോമീറ്റർ ഹൈ ക്വാളിറ്റി വണ്ടി. ഒരു ഫാമിലിക്കൊക്കെ എടുത്ത് ഉപയോഗിക്കാം. ഒരു സെക്കൻഡ് വെഹിക്കിൾ ആയിട്ട് ഉപയോഗിക്കാം. ഓക്കെ പവർ സ്റ്റിയറിംഗ്, AC, 2 ഡോർ പവർ വിൻഡോ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. മെക്കാനിക് കണ്ടീഷൻ ഗുഡാണ്. ടയർ കണ്ടീഷൻ ഗുഡാണ്. ഇന്റീരിയർ ഗുഡാണ്. വണ്ടി നീറ്റ് ആണ് കേട്ടോ. എല്ലാ രീതിയിലും പെർഫെക്റ്റ് ആണ് വണ്ടി. ഡെന്റ് ഒന്നുമില്ല അല്ലേ? വേറെ ഒരു പ്രശ്നങ്ങളും ഇല്ല. ഓക്കെ വേറെ റീപ്ലേസ്മെന്റ് അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ബ്രോ? വേറെ റീപ്ലേസ്മെന്റ് ആയിട്ടില്ല. വണ്ടി ഗ്യാരണ്ടി എന്ന് വെച്ചാൽ പക്കാ ഗ്യാരണ്ടി. ഓക്കെ സെൻട്രൽ ലോക്കെല്ലാം വരുന്നുണ്ടല്ലേ? സെൻട്രൽ ലോക്ക് വരുന്നുണ്ട്. സ്റ്റീരിയോ വരുന്നുണ്ട്. പവർ വിൻഡോ 2 ഡോർ വരുന്നുണ്ട്. സീറ്റ് വർക്ക് കൊള്ളാം. നീറ്റ് ആയിരിപ്പുണ്ട് കേട്ടോ. ഒരു ഫോണിന്റെ സ്റ്റീരിയോ വെച്ചിട്ടുണ്ട്. 2 ഡോർ പവർ ഉണ്ട്. AC പവർ സ്റ്റിയറിംഗ് അല്ലേ? ഓക്കെ AC എല്ലാം വർക്കിംഗ് ആണല്ലോ? AC എല്ലാം വർക്കിംഗ് ആണ്. വണ്ടി വൃത്തിയുണ്ട് കേട്ടോ. ധൈര്യമായിട്ട് എടുക്കാം. ധൈര്യമായിട്ട് നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി. നമുക്കിപ്പോൾ വന്നതേ ഉള്ളൂ വണ്ടി. അല്ല ഈ സ്പാർക്ക് അടുത്ത കാലങ്ങളിൽ ഇത്രയും ക്വാളിറ്റി ഉള്ള വണ്ടി വന്നിട്ടില്ല. എഞ്ചിൻ കണ്ടീഷൻ നമുക്കൊരു ധൈര്യമായിട്ട് എടുത്തു പോകാം. 28 വരെ പേപ്പറും ഉണ്ട്. നമുക്കൊരു 99,000 കൊടുക്കാം. 99,000 വരാൻ പോകുന്നല്ലോ. വരാൻ പോകുന്നുള്ളൂ. 28-ലാണ് ടെസ്റ്റ് വരുന്നത്. പോരാത്തതിന് ക്വാളിറ്റി പുതിയ വണ്ടി എങ്ങനെയാണോ അതേപോലെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. എത്ര വില എത്ര വരുന്നത്? 99,000 രൂപയ്ക്ക് എടുക്കാം. അടുത്ത് A സ്റ്റാർ 2012 ആണ്. സിംഗിൾ ഓണർ ആണ് വണ്ടി. ഓക്കെ 62,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 2012 അല്ലേ? 12. ഓക്കെ 62,000 കിലോമീറ്റർ. അതെ അതെ. റീപ്ലേസ്മെന്റ് വേറെ ഒന്നുമില്ല. വണ്ടി നീറ്റ് ആണ്. വണ്ടി വാഷ് ചെയ്താൽ മാത്രം മതി. പൊടി കഴിച്ച് കിടക്കുകയാണ്. ടയറൊക്കെ 4 പുത്തൻ ടയറുണ്ട്. 4 പുത്തൻ ടയറാണ്. കൊള്ളാം കുഴപ്പമില്ല. വേറെ ആക്സിഡൻസ് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. ഓക്കെ വണ്ടി ഗ്യാപ്പില്ലാത്തൊരു പ്രശ്നം. സെൻട്രൽ ലോക്കെല്ലാം വരുന്നുണ്ടല്ലേ? വരുന്നുണ്ട്. ഓക്കെ സീറ്റ് വർക്ക് ഇപ്പോൾ പുതിയ ചെയ്തിട്ടുണ്ട്. നീറ്റ് ആയിരിപ്പുണ്ട്. ഇതിനകത്ത് 4 ഡോർ പവറിൻ്റെ AC പവർ സ്റ്റിയറിംഗ്, ഒരു ആൻഡ്രോയിഡ് സ്റ്റീരിയോ ചെയ്തിട്ടുണ്ട്. എല്ലാം വർക്കിംഗ് ആണല്ലോ? അതെ അതെ. അപ്പോൾ എങ്ങനെ അതിൻ്റെ പ്രൈസ്? നമുക്ക് 1,45,000 രൂപ കൊടുക്കാം ഈ വണ്ടി. 1,45. ഓക്കെ ലോൺ കയറും? 2012 അല്ലേ? സിംഗിൾ ഓണർ ആണ്. ലോൺ കിട്ടുന്ന വണ്ടിയാണ്. ഓക്കെ ലോൺ എത്ര കയറും? ഏകദേശം 1 രൂപയ്ക്ക് മേളിൽ ലോൺ കിട്ടും. 2015 ഈ ഓണാണ്. സെക്കൻഡ് ഓണറാണ് വണ്ടി. ഓക്കെ കിലോമീറ്ററോ? കിലോമീറ്റർ 72,000 കിലോമീറ്റർ ഓടിയത്. ഫിനാൻസ് കിട്ടുന്ന വണ്ടിയാണ്. 15 മോഡലുമാണ്. ഇത് ഡിലൈറ്റ് പ്ലസ് അല്ലേ? അതെ അതെ. ഓടി ചെറിയ സ്ക്രാച്ചസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ടച്ച് ആൻഡ് പോളിഷ് ചെയ്താൽ മതി. ടയർ കണ്ടീഷൻ ആവറേജ് ആണ് കേട്ടോ. ഡെൻ്റ് ഒന്നുമില്ല. ടയർ കണ്ടീഷൻ ആവറേജ്. ഫ്രണ്ട് കുഴപ്പമില്ല. ബാക്കാണ് ആവറേജ്. വേറെ റീപ്ലേസ്മെന്റ് ആയിരുന്നു എന്തെങ്കിലും ഉണ്ടോ ബ്രോ? വേറെ ഒന്നുമില്ല. സർവീസ് എങ്ങനെ പുറത്താണോ കമ്പനി സർവീസ് ആണോ? അത് കമ്പനി സർവീസ് ആണ്. കമ്പനി സർവീസ് ആണ്. ഓക്കെ
സീറ്റ് ഫാബ്രിക്കാണ്. ഇതിനകത്ത് എ സിയും പവർ സ്റ്റിയറിംഗ് മാത്രം അല്ലേ? അതെ അതെ. ഓക്കെ. അപ്പോൾ ഹ്യുണ്ടായി ഇയോൺ 2015 മോഡൽ. ഇപ്പോൾ എങ്ങനെയാണ് പ്രൈസ്? നമുക്കിത് വന്നിട്ട് 1,90,000 രൂപ കൊടുക്കാം. 1,75 ലോണും കിട്ടും. 2015 മോഡലും. എ സി എല്ലാം വർക്ക് ആണ്. എ സ്റ്റാർ ആണ്. 2010 ആണ്. ടെസ്റ്റ് കഴിഞ്ഞ വണ്ടിയാണ്. 30 വരെ പേപ്പർ ഉള്ള വണ്ടി. ടെസ്റ്റ് കഴിഞ്ഞ വണ്ടി. അതെ 10 എ സ്റ്റാർ. ഇത് മാനുവൽ അല്ലേ, ഓട്ടോമാറ്റിക് ഒന്നുമല്ലല്ലോ? അല്ലല്ല, മാനുവലാണ്. VXI മോഡലാണ്. ഇന്ത്യൻ കണ്ടീഷൻ സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. എ സി എല്ലാം വർക്കിംഗ് ആണോ ബ്രോ? എ സി എല്ലാം വർക്കിംഗ് ആണ്. എ സി പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ. 4 ഡോർ പവർ വിൻഡോ, സ്റ്റീരിയോസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. 30 വരെ പേപ്പർ വരുന്നുണ്ട്. സെക്കൻഡ് ഓണറേ ആയിട്ടുള്ള വണ്ടി. VXI അല്ലേ? അതെ. ബോഡി ഒന്നും കുഴപ്പമില്ല കേട്ടോ, വൃത്തി ഇരിപ്പുണ്ട്. ടയർ കണ്ടീഷൻ നോക്കാം. ടയർ കണ്ടീഷൻ ആവറേജ് ഉണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ഇതിൻ്റെ പ്രൈസ്? നമുക്കിതൊരു 1,29,000 കൊടുക്കാം. 1,29,000 രൂപയ്ക്ക് ഫൈനൽ കൊടുക്കാം. 5 വർഷം പേപ്പർ. അത് 2010 5 വർഷത്തെ പേപ്പർ ഉള്ള വണ്ടി. പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അപ്പോൾ അടുത്ത് സാൻഡ്രോ. 2014 ആണ്. സെക്കൻഡ് ഓണറേ ആയിട്ടുള്ളൂ. 84,000 കിലോമീറ്റർ ആണ് വണ്ടി. ഓക്കെ. ഫിനാൻസ് കിട്ടുന്ന വെഹിക്കിളാണ്. പവർ സ്റ്റിയറിംഗ്, AC, 2 ഡോർ പവർ വിൻഡോ എല്ലാം വരുന്നുണ്ട്. 14 സാൻഡ്രോ അല്ലേ? അതെ. വണ്ടി കണ്ടീഷൻ എങ്ങനെയുണ്ട്? വണ്ടി നല്ല കണ്ടീഷൻ. ഓക്കെ. ബോഡിയെ കൊള്ളാം കേട്ടോ, സ്ക്രാച്ച് ഡെൻ്റെ കാര്യങ്ങളൊന്നുമില്ല. ടയർ കണ്ടീഷൻ ആവറേജ് ഉണ്ട് കേട്ടോ, ആവറേജ് ആണ്. ഒരു മെക്കാനിക് സൈഡും കാര്യങ്ങളെല്ലാം കൊള്ളാം. ഓക്കെ. എഞ്ചിൻ കണ്ടീഷൻ കൊള്ളാമല്ലോ? കൊള്ളാം. ഓക്കെ. 2014 പുതിയ മോഡലല്ലേ? അത് ഒരു അവസാന വന്ന സമയങ്ങളുള്ള മോഡൽ. അതെ അതെ അതെ. ഓക്കെ. സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ വരുന്നു. എല്ലാം വർക്കിംഗ് ആണല്ലോ? എല്ലാം വർക്കിംഗ് ആണ്. വണ്ടി നീറ്റാണ്, ധൈര്യമായിട്ട് എടുക്കാം. ഒരു ഫാമിലി യൂസിനൊക്കെ പറ്റിയ വണ്ടി. നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ബോഡിക്ക് സ്ക്രാച്ച് ഡെൻ്റെ കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തെടുത്താൽ മാത്രം മതി. ഓക്കെ. അപ്പോൾ ഇതെങ്ങനെ അതിൻ്റെ പ്രൈസ്? നമുക്കിതൊരു 1,90,000 രൂപ കൊടുക്കാം. 1,75,000 മേളിൽ ഫിനാൻസും കൊടുക്കാം. 2014 ആണ്. ആൻഡ്രോ സിംഗിൾ ഓണർ വണ്ടിയാണ്. 2007 27 വരെ പേപ്പർ ഉള്ള വണ്ടിയാണ്. 2027 പേപ്പർ ഉണ്ടല്ലേ? റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ലല്ലോ? ഒന്നുമില്ല. ഓക്കെ. 27 ലാസ്റ്റ് വരെ പേപ്പർ ഉള്ളതാണ്. ടയർ ഫ്രണ്ടിൽ പുത്തൻ ടയർ ആണ്, ബാക്കിൽ ആവറേജ് ആണ്. ബോഡി ക്വാളിറ്റി കുഴപ്പമൊന്നുമില്ല അല്ലേ? ഇല്ല. എഞ്ചിൻ കണ്ടീഷൻ എങ്ങനെയുണ്ട്? നല്ല വണ്ടി, സിംഗിൾ ഓണർ, ക്വാളിറ്റി ഉള്ള വണ്ടി. ഇന്റീരിയർ ഒക്കെ നോക്കി അറിയാൻ പറ്റും. സെൻട്രൽ ലോക്ക് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. സ്റ്റീരിയോ വരുന്നുണ്ട്. സീറ്റ് വർക്ക് ഉണ്ട്. ഓക്കെ. AC വർക്കിംഗ് ആണോ ബ്രോ? AC വർക്കിംഗ് ആണ്. ഇതെങ്ങനെ പ്രൈസ്? അപ്പോൾ വെറും 75,000 രൂപ കൊടുക്കാം. 2007 27 വരെ പേപ്പർ ഉള്ള വണ്ടി 75,000 രൂപ.